നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിച്ചേക്കുമെന്നൊരു സൂചന ഈ സമയത്ത് ധനവകുപ്പ് മന്ത്രി നൽകിയിരിക്കുകയാണ്. 29-ാം തീയതിയുള്ള സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുക. പെൻഷൻ തുകയിൽ വീണ്ടും എത്ര രൂപയുടെ വർധനമാണ്? പരമാവധി 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള ഒരു തുക വർധനമാണ് വീണ്ടും നടപ്പാക്കുക എന്നൊക്കെയുള്ള സൂചനകളാണ് നിലവിൽ വരുന്നത്. ഔദ്യോഗികമായിട്ട് അറിയണമെങ്കിൽ 29-ാം തീയതി വരെ കാത്തിരിക്കണം. അതുമാത്രമല്ല, ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 26-ാം തീയതിയോടെ ആരംഭിക്കുകയും ചെയ്യും. പെൻഷൻ വിതരണം 2000 രൂപ വീതമാണ് നിലവിൽ നമുക്ക് പെൻഷൻ തുകയായിട്ട് ലഭിക്കുന്നത്. സ്ത്രീ ഗുണഭോക്താക്കൾ രേഖകൾ സമർപ്പിക്കാനുള്ളവർ, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാനുള്ളവർ എത്രയും വേഗം അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മാർച്ച് മാസം വരെയൊക്കെ ചില പഞ്ചായത്തുകളിൽ ഇളവുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ ഒരിക്കൽ പോലും കൊടുക്കാത്തവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അതുകൂടി ഒന്ന് സമർപ്പിക്കണം. ജൂൺ മാസം വരെ അതിനുവേണ്ടി സമയം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത്രയും നാളത്തേക്ക് നമുക്ക് പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡ് എടുത്തിട്ട് 10 വർഷമായിട്ടുണ്ട് എങ്കിൽ ബന്ധപ്പെട്ട മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല എങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്ന രീതിയിലൂടെ ആധാർ ഒന്ന് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ID പ്രൂഫായിട്ട് ഒരു രേഖ, അഡ്രസ് പ്രൂഫായിട്ട് മറ്റൊരു രേഖ, ഇങ്ങനെ 2 വ്യത്യസ്ത രേഖകൾ സമർപ്പിച്ചാൽ നമുക്കിത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുക വഴി കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം, അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് KYC പോലുള്ള നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിലാക്കുന്നതിന്, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സ്കീമുകളിലേക്കൊക്കെ അപേക്ഷ വയ്ക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ, അതായത് ആധാറുമായി ബന്ധപ്പെട്ട വേരിഫിക്കേഷൻ കടമ്പകളെല്ലാം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് ഇത് ഉപകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ആധാറിലെ ഫോട്ടോയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഫേസ് ഒതൻറ്റിക്കേഷൻ പോലുള്ള പല കാര്യങ്ങളും ഇനിയിപ്പോൾ സംസ്ഥാന കേന്ദ്ര സർക്കാർക്ക് നടപ്പിലാക്കും. അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ അത് കൃത്യമായിട്ടും നമ്മളുടെ മുഖവുമായിട്ട് മാച്ചാവാതെ വരുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുൻപെടുത്ത ആധാറായിരിക്കും നമ്മളുടെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ ചേഞ്ച് ചെയ്ത് ഏറ്റവും പുതിയ രീതിയിൽ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ആധാർ സേവാ കേന്ദ്രങ്ങളിലും അക്ഷയ കേന്ദ്രങ്ങളിലും ഇതിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധാറിലെ ഫോട്ടോ ഏറ്റവും പുതിയ രീതിയിൽ അപ്ഡേഷൻ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെച്ച അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് സ്കീമുകളുടെ വിതരണമെല്ലാം തന്നെ ആരംഭിക്കുകയാണ്. വളരെ വൈകാതെ തന്നെ ഇത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. വിവിധ പദ്ധതികളുടെ ഗുണഭോക്തൃ ലിസ്റ്റുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്ന സമയമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളോടെ തന്നെ ധനസഹായ വിതരണങ്ങൾ വിവിധ സ്കീമുകളുടെ പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ അപേക്ഷ വെച്ച വെബ്സൈറ്റിൽ തന്നെ ഗുണഭോക്തൃ ലിസ്റ്റുകൾ കാണാൻ സാധിക്കും. അല്ല എങ്കിൽ ഒരു പക്ഷേ അവർ നമ്മളെ കൃത്യമായിട്ട് അറിയിക്കുന്ന സംവിധാനങ്ങളായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ മാസങ്ങളായിട്ട് അപേക്ഷ വെച്ചവരാണ് എങ്കിൽ ബന്ധപ്പെട്ട വകുപ്പിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുക. ഗുണഭോക്തൃ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക. വളരെ പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.